Now let's consider the concluding section of this module, that is fine structure in hydrogen. I think you might be aware of the concept fine structure. It is in general it is the splitting of spectral lines of any particular system and is purely based on spectroscopic analysis. Once it is found, in the case of hydrogen, of course we call it fine structure in hydrogen. However, this is significantly important because this is the first and foremost thing that was reasonable for the development of the entire field of quantum mechanics from the premature discipline from which quantum mechanics have been originated, that is referred to as the atomic physics. ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അറ്റോമിക് ഫിസിക്സിലെ ഒരു കാലത്ത് വലിയൊരു സമസ്യയായിട്ട് നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ സ്പെക്ട്രൽ ലൈൻസ് ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴെല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇഫ് ഇറ്റ് ഈസ് ഒക്കറിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണലി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ആൻഡ് ദ അതർ വൺ that is occurring in the presence of an externally applied magnetic field, this is referred to as the Siemens effect, and we have already seen the explanation of Stark effect and Siemens effect under the consideration of the perturbation theory. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് മറ്റ് ചില ഘടനാമാറ്റങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയും. അത് പലപ്പോഴും ഹൈഡ്രജൻ ആറ്റത്തിലെ എനർജി ആയിട്ട് നമ്മൾ എടുക്കുക ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയാണ്. ആ ഇലക്ട്രോണിൻ്റെ എനർജി ദാറ്റ് ഈസ് സോൾലി ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് എന്ന കോൺസെപ്റ്റിൽ പോകുന്ന സമയത്ത് ഉള്ള എനർജി ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ആ ഇവാലുവേഷൻ നടത്തുക. However, that is not the whole story. There could be a lot of contributions to the energy of electron in hydrogen atom. Generally, we call this energy in terms of an operator referred to as the Hamiltonian. And for the Hamiltonian, we consider only two components, the kinetic energy and potential energy. However, there could be a lot of contributions to the total Hamiltonian of the electron in hydrogen atom, depending upon the experimental situations and also depending upon the significance of your study. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് അഡീഷണൽ ആയിട്ട് ഒരു എനർജി കൂടെ വരും, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ എന്ന കോൺസെപ്റ്റാണ് വരിക. മാഗ്നറ്റിക് ഫീൽഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മാഗ്നറ്റോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ. അത് നമ്മൾ പോർ മാഗ്നറ്റോണിൻ്റെ കേസിലും ആദ്യത്തത് ഈ എപ്സിലോൺ ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർക്ക് ഇഫക്റ്റിൻ്റെ കേസിലൊക്കെ പറഞ്ഞതാണ്. ഇതൊന്നും അല്ലാതെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ല, വേറെയും കോൺട്രിബ്യൂഷൻസ് പോസിബിൾ ആണ്. ആൻഡ് ദ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഇലക്ട്രോൺ, as you know, is spinning around its own axis and is a charged particle also. Then this small circulation of charge itself will be causing a magnetic moment that is referred to as the spin magnetic moment. And at the same time, the electron is revolving around the nucleus according to Bohr in certain selected circular paths. This also will create another circulation of charge with a comparatively bit higher radius and also will be capable of producing another magnetic moment. അപ്പോൾ ഇലക്ട്രോൺ എന്നുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ എന്നുള്ള ഒരു എൻറ്റിറ്റി എടുക്കുന്ന സമയത്ത് തന്നെ ആ ഇലക്ട്രോണിൻ്റെ സ്വന്തം സ്പിന്നിങ് കൊണ്ടുള്ള, സ്വന്തം ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള സ്പിന്നിങ് കൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും അത് റിവോൾവ് ചെയ്യുന്നത് കൊണ്ടുള്ള, ആദ്യത്തത് റൊട്ടേഷൻ, രണ്ടാമത്തത് റെവല്യൂഷൻ, റിവോൾവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാം. ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് ദർ വിൽ ബി ആൻ ഇൻട്രാക്ഷൻ എനർജി കോൺട്രിബ്യൂഷൻ ടു ദി Hamiltonian, total Hamiltonian of the system. Another contribution that arises from a correction that we might have applied to the kinetic energy. സാധാരണ നമ്മൾ കൈനറ്റിക് എനർജി എടുക്കുന്ന സമയത്ത്
അത് ക്ലാസിക്കലി ആണ് എടുക്കാറുള്ളത്. ക്ലാസിക്കൽ കൈനറ്റിക് എനർജി ഈസ് മൊമെൻറ്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. But this is not true. Actually, we require a relativistic calculation as long as the electron in a hydrogen atom is concerned. It is found to be spinning, revolving around the nucleus with a velocity of the order of 2 into 10 power 7. And as you can see, this velocity is closer to the relativistic velocity. That is, velocity of light in free space and comparable, which is 3 into 10 raised to 8. ഇതിനേക്കാൾ ഒരു 10 മടങ്ങ് വെലോസിറ്റിയെ അപ്പോൾ ലൈറ്റിന് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ കൈനറ്റിക് എനർജിക്ക് ഈ ക്ലാസിക്കൽ എക്സ്പ്രഷൻ എടുത്താൽ പോരാ. പകരം റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആയിട്ടുള്ള T ഈക്വൽ ടു ടോട്ടൽ എനർജി E, total relativistic energy of the particle electron E minus rest energy of electron mc സ്ക്വയർ എടുക്കണം. m0 c സ്ക്വയർ എന്നോ അല്ലെങ്കിൽ mc സ്ക്വയർ എന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു, ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്, mc സ്ക്വയർ. അപ്പോൾ ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കേണ്ടത്. സോ ശരിക്കും അത് എടുക്കുന്നതിന് പകരം നമ്മളൊരു ക്ലാസിക്കൽ എക്സ്പ്രഷൻ എടുത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. That demand a correction in terms of the relativistic calculation. As a consequence of this also, the Hamiltonian of the system, electron in hydrogen atom may be different from the expected expression for energy, kinetic energy plus potential energy. Another possible correction arises that is purely spectroscopic and is found in spectroscopic analysis also. This is referred to as the Lambda shift, which is of course an extremely small correction, and always this is used for comparing with other corrections as well. അത് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിറാക് തിയറിയിൽ പഠിക്കും, വാക്വം പോളറൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു എനർജി കറക്ഷനാണ്, ലാംബ് ഷിഫ്റ്റ്. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ സ്വയം ഒരു ഫീൽഡ് ഉണ്ടാക്കും. ഈ ഫീൽഡിലാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ കറങ്ങുന്നത് ന്യൂക്ലിയസിന്റെ ഫീൽഡിലാണെന്നാണ്. ആ ഫീൽഡിനെ കൂടാതെ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അത് സ്വന്തമായിട്ടൊരു ഫീൽഡ് ഉണ്ടാക്കും, എ സെൽഫ് ഫീൽഡ്. ഈ സെൽഫ് ഫീൽഡിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് കൊണ്ട് ദർ വിൽ ബി കറക്ഷൻ ഇൻ എനർജി ഫോർ ദിസ് ഇലക്ട്രോൺ because of the interaction of the charge of the electron with its own field. This is referred to this will be causing a shift in the spectral line of hydrogen, spectral lines of hydrogen, than the expected spectral lines as per this expression for classical Hamiltonian, and is referred to as the Lambda shift. And the reason for Lambda shift is the self energy of electron because of its occupancy in its own electric field. അങ്ങനെ പറയുന്നതിനേക്കാളും ഈ എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്നൊക്കെ പിന്നീട് നമുക്ക് ലാംബ് ഷിഫ്റ്റ് പഠിക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. സോ ദിസ് arises because of the quantization of energy of electron because of its occupants in its own electric field, and that is referred to as lamb shift. Another possible spectroscopic outcome that is being found is referred to as the splitting of spectral lines that has already splitted, which is referred to as the hyperfine splitting. ഓൾറെഡി സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. ആ സ്പ്ലിറ്റ് ചെയ്ത സ്പെക്ട്രൽ ലൈൻസ് തന്നെ വീണ്ടും ചില സർക്കംസ്റ്റാൻസിൽ എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്താണ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. ദിസ് യു വിൽ ലേൺ ഇൻ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഓൾസോ ഇൻ യുവർ ഫോർത്ത് സെമസ്റ്റർ while you talk about spectroscopy. That is referred to as hyperfine splitting. ഹൈഡ്രജൻ ആറ്റത്തിൽ എല്ലായ്പ്പോഴും ഇത് വിസിബിൾ അല്ല. നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് കാണാനായിട്ട് കഴിയും. ആൻഡ് arises because of the interaction of the spin of the electron with the spin of the proton in the nucleus. ഇതാണ് എപ്പോഴും എവിടെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കണ്ടാലും അതിനുള്ള റീസൺ ഇതാണ്. ഇലക്ട്രോണിന്റെ സ്പിന്നും ന്യൂക്ലിയസിന്റെ സ്പിന്നും, ന്യൂക്ലിയസിനപ്പോൾ സ്പിൻ ഉണ്ടായിരിക്കണം, കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ, മാഗ്നറ്റിക് മൊമെന്റുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത്. And that is referred to as the hyperfine splitting.
So these are the major corrections in energy and could be and will be reflected as some spectroscopic outcome as well, or some experimental situations in spectroscopic analysis as well. That includes spin orbit coupling and relativistic correction, which will contribute for the fine structure in hydrogen. Lambda shift arises because of the self-energy of electron, as the electron is a charged particle being occupying its own electric field. There will be an interaction energy that will cause a shift in the spectral line of hydrogen and is referred to as the Lambda shift. And the hyperfine splitting arising from the interaction of the spins of electron and nuclear particle. As hydrogen consists of only one proton in its nucleus, this will be also important as long as hydrogen atom is concerned. And all these parameters are measured in terms of a very tiny perturbation parameter referred to as the fine structure constant. I think you will be able to recall this constant from your +2 classes. Fine structure constant is given by the expression 2e square by 4 epsilon 0 hc, or ഈ h by 2π ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2π വരുമ്പോൾ 2 വെട്ടിപ്പോകും. e square by 4π epsilon h cross c. This is referred to as the fine structure constant, always represented by the symbol alpha, and has an approximate value. This is in fact an approximate value 1 by 137 എന്ന് പറയും. കുറച്ചും കൂടെ accurate ആയിട്ട് 1 by 137.036. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് അന്ന് നിങ്ങൾ ഫൈൻ സ്ട്രക്ചർ എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സ്പെക്ട്രൽ സ്പ്ലിറ്റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയൊക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ആയിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് തന്നെ. ആൻഡ് ദിസ് എനർജി and the order of magnitude in terms of alpha is tabulated here. Bohr energy of hydrogen in the first quantum state minus 13.6 electron volt എന്ന് പറയുന്ന energy. This is of the order of square of this fine structure constant alpha square into mc square, where mc square is the rest energy of electron. This is of the order of 0.51 mega electron volt. അപ്പോൾ ഈ എനർജികളൊക്കെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോണും പിന്നെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ഡിഫറെന്റ് പവറുമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് തന്നെ. സോ ബോർ എനർജി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് സ്ക്വയർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ദിസ് യു ടേക്ക് ആസ് ആൻ അസൈൻമെന്റ്. റെപ്രസെന്റ് ബോർ എനർജി ഇൻ ടേംസ് ഓഫ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആൻഡ് റെസ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ. ഒന്നുമില്ല, നിങ്ങൾ ടോട്ടൽ എനർജി ചെയ്ത പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, അതിനുള്ള എക്സ്പ്രഷൻ എഴുതുക. -32 me⁴ ഡിവൈഡഡ് ബൈ എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ എഴുതുക. അതിൽ ഈ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഓർഡറിൽ എഴുതുക. ആൻഡ് ദ ഫൈൻ സ്ട്രക്ചറിന്റെ റീസൺ ആണ് അപ്പം ഞാൻ ഈ പറഞ്ഞത് സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും റിലേറ്റിവിസ്റ്റിക് കറക്ഷനും. അത് രണ്ടുമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫൈൻ സ്ട്രക്ചർ എനർജി ഈസ് ആൽഫ സ്ക്വയർ ടൈംസ് ലെസർ ദാൻ ദി ബോർ എനർജി. അപ്പോൾ ബോർ എനർജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. ലെസർ എന്ന് പറയാൻ കാരണം ശരിക്കും ഇവിടെ α⁴ ആവുമ്പോൾ ഹയർ എന്നല്ലേ പറയേണ്ടത് ചോദിക്കാം. പക്ഷെ ആൽഫയുടെ വാല്യൂ <1 1 by 137. അപ്പോൾ ആൽഫ സ്ക്വയറിന് എക്സീഡ് ചെയ്യുന്നു എന്നുള്ള ഗ്രേറ്റർ ആണെന്നുള്ളതിനേക്കാളും ലെസർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ബോർ എനർജിനേക്കാളും ആൽഫ സ്ക്വയർ ടൈംസ് ലെസർ ആണ് ഈ എനർജി, ഫൈൻ സ്ട്രക്ചർ എനർജി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്ന കാൽക്കുലേഷനിൽ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. പലപ്പോഴും ഇത് ഒമിറ്റ് ചെയ്താൽ പോലും പ്രശ്നം വരാറില്ല. വിതിൻ ദി എക്സ്പെരിമെന്റൽ ലിമിറ്റ്സ് ഓഫ് പെർട്ടർബേഷൻ തിയറി. നമ്മളങ്ങനെ പെർട്ടർബേഷൻ തിയറി പറയുന്നത് തന്നെ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്യാമെന്ന്. പക്ഷേ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിയിലൊക്കെ ഇത് കയറി വരുന്ന സമയത്ത് നമ്മളിതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്ഷൻ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് മാത്രമേ അപ്പോൾ ഇത് പറയേണ്ടതായിട്ട് വരുള്ളൂ. And Lambda shift arising from the self energy of electron is further alpha times lesser than the fine structure energy and alpha power 3 times lesser than the Bohr energy. അപ്പോൾ ബോർ എനർജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ കുറവാണ്. ഈ ആൽഫയുടെ വാല്യൂനെ 10⁻⁻2 ഓർഡറിലാണ്. അപ്പോൾ α⁵5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻2⁵5 10⁻⁻10 ഓർഡറിലാണ് വരിക. വളരെ കുറവായി പോയി. ആൻഡ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എനർജി is of the order of m by mp, where m is the mass of electron and mp is the mass of proton. So the 1 by 1836 എന്നാണ് വരിക. α⁴ mc². ഫൈൻ സ്ട്രക്ചർ എനർജിനേക്കാളും 1000 മടങ്ങിലും
താഴെയായിട്ടാണ് ഹൈപ്പർഫൈൻ സ്ട്രക്ചർ എനർജി വരുന്നത്. ആൻഡ് ദർ കുഡ് ബി വൺ മോർ കോൺട്രിബ്യൂഷൻ ഫോർ ദിസ് ഹാമിൽട്ടോണിയൻ എനർജി ഓഫ് ടോട്ടൽ എനർജി represented by Hamiltonian arising from the interaction of